നമസ്കാരം. എൻ്റെ പേര് ഫ്രാൻസിന മോറിസ്. ദുബായ് വന്ന് 20 ഇയേഴ്സായി. ചെറുപ്പം തൊട്ടേ എൻ്റെ ഒരു പാഷനായിരുന്നു ആക്ടിങ്. പക്ഷേ എനിക്കത് ഡെവലപ്പ് ചെയ്യാനോ ഡെലിവറി ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ആശ ചേച്ചീൻ്റെ അടുത്ത് നന്ദി പറയുന്നു, ഇങ്ങനത്തെ ഒരു സെൻറ്റർ നമുക്ക് വേണ്ടി ഒരുക്കി തന്നതിന്. അതുമാത്രമല്ല, നമ്മളെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന സാറ് സജീവ് സാർ, അതിനൊരു വലിയൊരു താങ്ക്സ് ഉണ്ട് ആശ ചേച്ചിക്ക്. അപ്പോൾ ഈ കോഴ്സൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സാറ് നമുക്കൊരു ടാസ്ക് തന്നു, ഒരാഴ്ചയിൽ ഒരു നാടകം ഡയലോഗ് പഠിച്ച് ഡെലിവറി ചെയ്യണമെന്ന്. അതിന് സാറിൻ്റെ സപ്പോർട്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു. സ്റ്റേജിൽ ഞാൻ എവിടെയും ആക്ടിങ് ഒന്നും എവിടെയും പോയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ എൻ്റെ ജീവിതത്തെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. വേറൊന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മാത്രം മതി. നിങ്ങൾ പറയുന്നതൊക്കെ ഈ മേഡത്തിന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ തെളിവെടുത്തതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുഖം ഒന്നും കാണിക്കും. സാറേ, ആരെങ്കിലും കണ്ടാൽ അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അതൊക്കെ ഞങ്ങൾ നോക്കിക്കും. എനിക്ക് ശമ്പളം കിട്ടും, പക്ഷെ എനിക്കൊന്നും വേണ്ട. എനിക്ക് എന്റെ മക്കളുടെ കണ്ടാൽ മതി. മാഡം, മാഡം എന്നെ രക്ഷിക്കൂ. അപ്പോൾ ഞാൻ ചെയ്തത് ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ചു, നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരു ഡയലോഗും മറക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ആക്ട് ചെയ്യുന്ന എല്ലാവരും ഡയലോഗ്സ് ഓർത്തിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ബിക്കോസ് ഇതൊരു ടീം എഫേർട്ടാണ്. അവർ ഡയലോഗ് മറന്നു കഴിഞ്ഞാൽ എല്ലാം പ്രശ്നത്തിലാണ്. അപ്പോൾ അവർ ഡയലോഗ് മറക്കാതെ, അങ്ങനെ നമ്മളെല്ലാവരും ഡയലോഗ്സ് ഒന്നും മറക്കാതെ അറ്റ്ലീസ്റ്റ് ആ ഡയലോഗ് ഡെലിവറിയിൽ നന്നായിട്ട് ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഇച്ചിരി പേടി മനസ്സിൽ വന്നിരുന്നു. പക്ഷെ ഞാൻ ഓർത്തു, എൻ്റെ ജീവിതത്തെ ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഞാൻ കുറേ സാറ് പഠിപ്പിച്ചെന്ന സ്ട്രെസ് റിലീഫ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കുറച്ച് റിലാക്സ് ആയപ്പോഴത്തേക്ക് നമ്മളൊന്ന് കാം ഡൗൺ ആയി, ടെൻഷനൊക്കെ ഒന്ന് മാറി. നല്ല മീനെടുക്കാ കൊണ്ടുവച്ചേട്ടാ. ഇന്ന് കച്ചവടം ഒന്നും ആയിരുന്നു, ഈ മീനും കഴിയും. അയില ചാള ചൂട് നെമ്മീൻ നെത്തോലി. സാറേ വാ സാറേ പിടയ്ക്കുന്ന മീന സാറേ, ഇന്ന് എടുത്തു സാറേ. ചാള 10 കണക്കിന് 100 സാറേ. ഫ്രഷാ സാറേ, ഇന്ന് രാവിലെ കെട്ടി കൊണ്ടുവന്നത്. കണ്ടേ പച്ചമീൻ കണ്ടേ, കൊണ്ട് മക്കൾ വെച്ചുകൊടു സാറേ. നല്ല മീനല്ലേ? നെമ്മീൻ ഇത് 400 സാറേ. ഇപ്പൊ കല്യാണ സീസണല്ലേ, വിലയൊക്കെ കൂടിയില്ലേ? 300 രൂപയ്ക്ക് മുതലാവത്തില്ല സാറേ. സാറേ ഇത് 400 തരാം സാറേ. 400 സാറേ. പോലെ കഴിഞ്ഞില്ല. ചേച്ചി ചേച്ചി, നല്ല മീനാ ചേച്ചി, പച്ച മീനാ ചേച്ചി, കൊന്നെടുത്ത് കൊച്ചി. ഇവിടെ വരുന്ന മുമ്പേ ഞാൻ വിചാരിച്ചു ആക്ടിങ് ഭയങ്കര ഈസിയാണ്, സിമ്പിളാണെന്ന്. പക്ഷേ സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് ഒരു ഡയലോഗ് ഡെലിവറി ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗുഡ് ആക്ടിങ് എത്ര ഡിഫിക്കൽട്ടാണെന്ന്. സാറിൻ്റെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് സാറ് പഠിപ്പിച്ചിട്ടുള്ളത് ഒരു ഗുഡ് ആക്ടറിൻ്റെ ടൂൾ ആണ് മൈൻഡ്, ബോഡി ആൻഡ് സോൾ. അപ്പോൾ ഈ 1.5 മാസം സാറ് ഈ 3 ടൂൾസ് നമ്മൾക്ക് എങ്ങനെ യൂസ് ചെയ്ത് നമ്മുടെ ആക്ടിങ്ങിലേക്ക് അതെങ്ങനെ യൂസ് ചെയ്ത് അത് ആക്ടിങ് എത്ര കൂടെ പവർഫുൾ ആക്കാൻ പറ്റും എന്നുള്ളത്
സാറ് പഠിപ്പിച്ച് തന്നു. സാറ് നമ്മളെ കുറേ ടെക്നിക്സ് പഠിപ്പിച്ചു. എങ്ങനെയാണ് പ്രോപ്പർ ബ്രീതിങ്, ബിക്കോസ് ബ്രീതിങ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റാണ് ആക്ടിങ്ങിൻ്റെ. പിന്നെ എങ്ങനെയാണ് ഫോക്കസ്ഡ് ആയിരിക്കേണ്ടത്, നമ്മുടെ റിതംസ്, വോയിസ് ട്രെയിനിങ്, അങ്ങനെ കുറേ കാര്യങ്ങൾ സാറ് പഠിപ്പിച്ചു. വന്നപ്പം ഉണ്ടായിരുന്ന ഞാനേ അല്ല ഇപ്പം ഞാൻ കുറേ കൂടി പോളിഷ്ഡായി, കുറേ നോളജ് ഇപ്പം ഞാൻ ഗെയിൻ ചെയ്തു ഈ ഒരു ജോലിയൊക്കെ തിരക്കായി പോയി. ഞാനും ബിസിയാടി, വെരി ബിസി. ഹസിൻ്റെ കൂടെ ട്രാവലിംഗ് ആണോ? ഹസിനാണ് ഞാൻ ഫുൾ ടൈം വേണം. നമ്മൾ യൂസ് പോടി. പിന്നെ ഇവിടെയാണെങ്കിൽ ഭയങ്കര ചൂടല്ലേ, വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ അമ്മായിമ്മയുടെ കഥയും കേൾക്കണം. സോ ഐ പ്രിഫർ ടു ട്രാവൽ. എനിക്കറിയാലോ ഷോപ്പിംഗ് വെച്ചാൽ എനിക്ക് ഭ്രാന്തില്ലേ. പുള്ളിക്കാരനാണെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ ബിസിയാ. പിന്നെ ഞാനും ലില്ലി ആൻറ്റി ആയിട്ട് അങ്ങ് രാവിലെ അങ്ങ് ഇറങ്ങും. പിന്നെ ഫുൾ ജോളിയാടി. നീ പറഞ്ഞ വിശ്വസിക്കലടി, നിന്റെ ഈ ലൂയി വിറ്റൺ ബാഗ് ഇല്ലേ, അവിടെ ഭയങ്കര ചീപ്പാ. ചീപ്പോ? ഓൾറെഡി എൻ്റെ അടുത്ത് 2-3 ഉണ്ട്. കണ്ടിട്ട് ഇച്ചിരി ഔട്ട്ഡേറ്റഡ് പോലെ തോന്നുന്നു. ആണുങ്ങളുടെ സെലക്ഷൻ അല്ലേടി? എനിക്കറിയോ, ആനിവേഴ്സറിക്ക് നമ്മൾ കേപ്പ് ടൗണിൽ പോവാടി. പറയാ ബെസ്റ്റ് ഡയമണ്ട്സ് ആർ ഫ്രം കേപ്പ് ടൗൺ. കേട്ടിട്ടുണ്ട്. ഐ ആം ലുക്കിംഗ് ഫോർവേഡ്. നിനക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നീ പറയടി, ഐ വിൽ ഷോപ്പ് ഫോർ യു. ഞാൻ പോട്ടെ. ഇവിടെ വരുന്ന മുമ്പേ എനിക്ക് ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഇത് ഉണ്ടായിരുന്നു മൈൻഡിൽ. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്കത് കുറച്ചും കൂടെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ ബോഡി, ബിക്കോസ് നമ്മുടെ ബോഡി ഒരു ടൂളാണ്, ആ ടൂളിനെ നമ്മൾ ഇച്ചിരി കൂടെ നന്നായിട്ട് എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, നമ്മൾ എത്ര ഫ്ലെക്സിബിൾ ആവാൻ പറ്റും, ആ കാര്യത്തിൽ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ ആക്ടിങ് ക്ലാസ്സിൽ ഇവർ ആക്ടിങ് മാത്രമേ പഠിപ്പിക്കൂന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഫിസിക്കൽ ട്രെയിനിങ് ഉണ്ട്, കുറേ യോഗ സെഷൻസ് ഉണ്ടായിരുന്നു, കളറികളുണ്ടായിരുന്നു. അപ്പം ഇനി ഞാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഓഫ്കോഴ്സ് ബെസ്റ്റ് ആക്ടിങ് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നോളജും പ്ലസ് ഞാൻ എങ്ങനെ ഫിറ്റായിട്ട് നന്നായിട്ട് ഫ്ലെക്സിബിൾ ആവാൻ പറ്റും എന്നുള്ള കാര്യം കൂടെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോവാണ്. ഒരിക്കൽ കൂടി ഞാൻ ആശ ചേച്ചിക്കും സജീവ് സാറിനും നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്.